السلام عليكم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. ഈത്തപ്പനയുടെയും മുന്തിരികളുടെയും പഴങ്ങളിൽ നിന്നും നിങ്ങൾ ലഹരി പദാർത്ഥങ്ങളും നല്ല ഭക്ഷണവും ഉണ്ടാക്കുന്നു. അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പാഠങ്ങളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. ചാണകത്തിൻ്റെയും രക്തത്തിൻ്റെയും ഇടയിൽ നിന്ന് കലർപ്പില്ലാത്ത പാലിന് ജന്മം നൽകിയ പോലെ ഒരേ തരം പഴങ്ങളിൽ നിന്ന് തന്നെ ലഹരിയുള്ള കള്ളും പലതരം നല്ലതായ ആഹാരപാനീയങ്ങളും അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നു. ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർക്ക് ഇതിലും അത്ഭുതകരമായ ദൃഷ്ടാന്തം കണ്ടെത്തുവാൻ സാധിക്കും. കള്ളിൻ്റെ നിരോധം ഇസ്ലാമിൽ നടപ്പാക്കുന്നതിന് മുമ്പ് അവതരിച്ചതാണ് ഈ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലഹരി പദാർത്ഥമായ കള്ളിനെയും ഈ ഭക്ഷണ സാധനത്തിൽ ഉൾപ്പെടുത്തിയതിൽ കുറ്റമൊന്നുമില്ല. അതേസമയം അതോട് ചേർത്തുകൊണ്ട് നല്ലതായ ആഹാരം എന്നുകൂടി പറഞ്ഞതിൽ നിന്ന് കള്ള് നല്ല ആഹാര വസ്തുവല്ലെന്ന് അതിൽ സൂചന ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രമുഖരായ ചില സഹാബികൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കള്ള് നിരോധിച്ചിട്ടില്ലെങ്കിൽ പോലും ആ സൂചന മനസ്സിലാക്കിയിട്ട് അവരിൽ ചിലർ മദ്യപാനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയുണ്ടായി. നല്ല ആഹാരമല്ലാത്തത് കൊണ്ട് തന്നെയാണ് പിന്നീട് ഇസ്ലാമിൽ കള്ള് നിരോധിക്കപ്പെട്ടതും. കള്ള് നിരോധിച്ചുകൊണ്ടുള്ള സൂറത്തുൽ മാഇദയിലെ ആയത്തിൽ റിജ്സ്, അതായത് മ്ലേച്ഛം എന്ന് വിശേഷിക്കപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ്. കള്ളു നല്ല ആഹാര വസ്തുക്കളിൽ പെട്ടതല്ല. ചിലർ പറയാറുണ്ട് കള്ള് കഴിക്കുന്നത് മരുന്നായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കള്ളിൽ മരുന്നില്ല, അത് മ്ലേച്ഛ ചീത്ത വസ്തുക്കളിൽ പെട്ടതാണ്. ഒരേ തരം ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രുചിയും വ്യത്യസ്തമായ ഗുണവുമുള്ള പല വസ്തുക്കളും അള്ളാഹു ഉൽപ്പാദിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ വലിയ ഒരു ദൃഷ്ടാന്തം തന്നെയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.